ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ട് എന്നാൽ അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് മിക്സിലൊന്ന് കറക്കിയെടുത്ത് റെഡിയാക്കാൻ പറ്റിയ റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തതോ വറുക്കാത്ത ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് പഞ്ചസാര അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയും റവയും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അര കപ്പോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ റവ ഒന്ന് പൊതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാല് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുക, ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ റവയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് ഓയിലും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ ബാക്കി നേരത്തെ മാറ്റി വെച്ച പാലിൽ നിന്ന് കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടൊന്ന് വരാം. അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു കട്ടിക്കായിരിക്കും തിരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വന്ന പാലിന് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു ബാറ്റർ അഥവാ കട്ടി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയിൽ കുറച്ച് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ ഇത് ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് ടൂട്ടി ഫ്രൂട്ടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഇടയിൽ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ അല്ലെങ്കിൽ നമുക്ക് സുർക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ബേക്കിംഗ് സോഡ നന്നായി ആക്റ്റീവായി കിട്ടാനും കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു കേക്ക് ടിന്നിക്കോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളിക്കോ ഏതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ ഒരു കേക്ക് ടിന്നിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഇതിൻ്റെ താഴെ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്ത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാറ്റർ ഒന്നുകൂടി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആ പാല് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മൊത്തം നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ആ ടിന്നിക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയം ഞാൻ നമ്മുടെ ഓവൻ സെറ്റപ്പ് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ ട്രേ ഇറക്കി വെക്കാൻ പാകത്തുള്ള ഒരു പാനിൽ ഞാനൊരു റിങ് വെച്ചിട്ട് അതിൻ്റെ മേലാണ് ഈ ഒരു കേക്കിൻ്റെ ട്രേ ആക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഓവനിലും ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പാനിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിൽ ഇറക്കി വെക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ തുറന്ന് നോക്കുകയൊന്നും ചെയ്ത് 30 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് വെന്തുക്കണമെന്ന് നോക്കിയിട്ട്, വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തി വെക്കുമ്പോൾ നമ്മുടെ കേക്ക് നന്നായി ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ട്രേന്ന് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ചെറിയൊരു ചൂടാറിയപ്പോൾ ഞാൻ അതിൻ്റെ ട്രേന്നൊക്കെ ഒന്ന് വിട്ടെടുത്തിട്ടുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ട്രേന്ന് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞിപ്പോലുള്ള അടിപൊളി റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി കുറച്ച് അധികം ഇടുകയാണെങ്കിൽ ഒന്നുകൂടി കാണാനും കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇടണം നിർബന്ധമൊന്നുമില്ല. അല്ലെ നട്ട്സോ അല്ലെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒന്നും ഇല്ലാതെ തയ്യാറാക്കാം. അപ്പോൾ റവ വെച്ചിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.